Unit 4 Types of Sentence Based on Clause Structure. Fourth യൂണിറ്റിലെ ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ് പഠിക്കുന്നത്. എന്തിന്റെ ബേസിലാണ്? ക്ലോസ് സ്ട്രക്ചറിന്റെ ബേസിൽ. സ്ട്രക്ചറിന്റെ ബേസിൽ സെന്റൻസുകളുടെ ടൈപ്സ്. ഏതൊക്കെ തരത്തിലുള്ള സെന്റൻസുകൾ? ഇൻട്രൊഡക്ഷൻ. A clause consists of a group of words that includes a subject and a finite verb. A clause contains only one subject and one verb, and it forms a part of the sentence. So, basically, a sentence can be split into two parts, the subject and the predicate. The subject often comes as the first of a sentence, and it is followed by the verb. A subject may be a noun, a pronoun, or a noun phrase. A predicate often comes after the subject and it begins with a verb. When the sentence has only one subject and a predicate, it is both a sentence and a clause. A sentence may comprise one or more clauses. Introduction. ഇപ്പം എന്താണ് അതിൽ പറയുന്നത്? സ്ട്രക്ചറിന്റെ ബേസിൽ സെന്റൻസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ സെൻസിന്റെ ബേസിൽ സെന്റൻസുകൾ 4ആയിട്ട് തിരിച്ചത്. അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്റീവ്, അങ്ങനെ 4ആയിട്ട് തിരിച്ചിരുന്നു. അത് ഫംഗ്ഷന്റെ ബേസിൽ അല്ലെങ്കിൽ സെൻസിന്റെ ബേസിൽ, അത് അല്ലെങ്കിൽ ടോണിന്റെ ബേസിലാണ് തിരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൽ 4ാമത്തെ യൂണിറ്റിൽ വരുന്നത് സ്ട്രക്ചറിന്റെ ബേസിൽ, അതായത് ക്ലോസും അതിന്റെ സ്ട്രക്ചറും ഇതിന്റെ ബേസിൽ സെന്റൻസുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ. എ ക്ലോസ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു ക്ലോസിൽ എന്തടങ്ങിയിട്ടുണ്ട്? കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അടങ്ങിയിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു കൂട്ടം പദങ്ങൾ. ദാറ്റ് ഇൻക്ലൂഡ്സ് എ സബ്ജക്റ്റ് ആൻഡ് എ ഫൈനൈറ്റ് വേർബ്. അതിലെന്തുണ്ട്? സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഫൈനൈറ്റ് വേർബ് ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വേർബുമുള്ള ഒരു കൂട്ടം വാക്കുകളാണ് ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ക്ലോസ് എന്ന് പറയുന്നത്. ക്ലോസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. വേർഡ്സിന്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടമാണ്. അതിലെന്തുണ്ടായിരിക്കും? സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഫൈനൈറ്റ് വേർബ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഈ ഫൈനൈറ്റ് വേർബ് എന്ന് പറഞ്ഞാൽ? മെയിൻ വേർബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേർബുകളെ 2ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫൈനൈറ്റ് വേർബ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ഫിനിറ്റ് ഫോം വേർബ്. ഫൈനൈറ്റ് വേർബ് നമുക്കറിയാം എന്താണ്? മെയിൻ വേർബാണ്. പ്രത്യേകിച്ചും സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വേർബുകൾ, അതായത് V1, V2 വേർബുകൾ കൂടുതലായിട്ടും അതിൽ വരുന്നത്. അങ്ങനെ വരുന്നതാണ് എന്ത്? ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഫിനിറ്റ് വേർബ് ഉണ്ട്, 2ാമത്തെ വിഭാഗം. അതിൽ നോൺ ഫിനിറ്റ് വേർബിൽ വരുന്ന ഏതൊക്കെയാണ്? 3ആയിട്ട് നമ്മൾ തിരിക്കുന്നു. ഒന്ന് ഇൻഫിനിറ്റീവ്, 2ാമത്തെ ജെറണ്ട്, 3ാമത്തെ പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ വേർബിനെ 2ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, ഫൈനൈറ്റ് വേർബും നോൺ ഫിനിറ്റ് വേർബും. 1ാമത്തെ ഫൈനൈറ്റ് വേർബ്, 2ാമത്തെ നോൺ ഫിനിറ്റ് വേർബ്. നോൺ ഫിനിറ്റ് വേർബിൽ വരുന്നതാണ് ഇൻഫിനിറ്റീവ്, ജെറണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതുപോലെ തന്നെ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ്, ഇതെല്ലാം വരുന്നത് പാർട്ടിസിപ്പിളിലാണ്. അപ്പോൾ നോൺ ഫിനിറ്റിൽ വരുന്നതാണ് ഇൻഫിനിറ്റീവ്, ജെറണ്ട്, പാർട്ടിസിപ്പിൾ. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? 2+ ബേസ് ഫോം, 2ന്റെ കൂടെ ബേസ് ഫോം വരുന്നതാണ് എന്ത്? ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ടു ഗോ, ടു കം, ടു സ്റ്റഡി എന്നൊക്കെ പറയുന്നത് അങ്ങനെ വരുന്നതാണ്. 2ാമതെന്ന് പറയുന്നത് ജെറണ്ടാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ING ഫോമിൽ വരുന്ന നൗണിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ ഭാഗത്തായിരിക്കും വരിക. സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയും ഭാഗത്ത് വരുന്നത് എന്തായിരിക്കും? നൗണ്, പ്രോനൗൺ ആയിരിക്കും. അത് വേർബിന്റെ ഫോം ആയിരിക്കും. വേർബ് പ്ലസ് ING ആണ് ജെറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അതൊരിക്കലും വേർബിന്റെ റോൾ അല്ല അവിടെ ചെയ്യുന്നത്, പകരം സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ റോളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജെറണ്ട് നൗൺ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അവിടെ വേർബ് പ്ലസ് ING ആണെങ്കിലും അതവിടുത്തെ സബ്ജക്റ്റ് ആണ്. അതാണ് നൗണായിട്ടാണ്. പുകവലി, അതൊരു പേരാണ്. പുകവലിക്കുക എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, പുകവലിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, പകരം പുകവലി എന്നാണ്. സ്പീക്കിംഗ് ഈസ് എ ഗുഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ സബ്ജക്റ്റ് ആണ്, ഈസ് ആണ് അവിടുത്തെ വേർബ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ 2+ ബേസ് ഫോം വരുന്നത്. ടു ഗോ, ടു സ്റ്റഡി, ടു കം അങ്ങനെയൊക്കെ പറയുന്നത്.
Gerund എന്ന് പറഞ്ഞാൽ ing ഫോമിലുള്ള noun. അതായത് verb plus ing ആയിരിക്കും. പക്ഷെ അത് ഉപയോഗിക്കുന്നത് nounന്റെ സ്ഥാനത്താണ് ഉപയോഗിക്കുന്നത്. Then third one ആണ് participle. Participle രണ്ട് തരത്തിലുണ്ട്. Present participle ഉണ്ട്, past participle ഉണ്ട്. Present participle വരുന്നതാണ് ഇതൊക്കെയാ am, is, are plus ing അതിൽ വരുമ്പോൾ. Then past participle വരുന്നതാണ് എന്ത് V3 എന്നൊക്കെ പറയും. Gone, run, written അങ്ങനെയൊക്കെ. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ the injured nature, injured ആയിട്ടുള്ള nature. The injured nature is weeping എന്ന് പറയുകയാണെങ്കിൽ is weeping ആണ് അടുത്ത verb. അടുത്ത noun ആണ് എന്ത് the injured nature, മുറിവേറ്റ പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രകൃതിയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു noun ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ present participle ആണെങ്കിലും past participle ആണെങ്കിലും വരുന്ന participle ആണ്. അതുപോലെ രണ്ടാമതാണ് gerund, മൂന്നാമത്താണ് infinitive. Gerund എന്ന് പറഞ്ഞാൽ ing ഫോമിലുള്ള verb, infinitive എന്ന് പറഞ്ഞാൽ 2 plus base form. ഈ മൂന്നും കൂടിയാണ് എന്തിൽ വരുന്നത് non-infinitive verb വരുന്നത്. non-infinitive form എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫോം, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ ടൈപ്പാണ്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് verb എന്ന് പറയുന്നത് finite verb എന്നാണ്. അതായത് മെയിൻ verb, സബ്ജക്റ്റിന്റെ കൂടെ ഒരു verb മാത്രം ഉപയോഗിച്ചാൽ എന്താകും ആ സെന്റൻസിന് ഫുൾ മീനിങ് കിട്ടുന്ന രീതിയിലാണ് അത്. അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസുകളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, അതിൽ വരുന്ന verb. അപ്പൊ അതാണ് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഫൈനൈറ്റ് വെർബും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാല് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രെഡിക്കേറ്റും ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണാർത്ഥമുള്ള ഒരു noun അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റും ഉള്ളതാണ് എന്ത് ഒരു ക്ലോസ് എന്ന് പറയുന്നത്. A clause contains only one subject and one verb. ഒരു ക്ലോസിൽ എന്തുണ്ടായിരിക്കും, ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കും, one verb, ഒരു verb ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ക്ലോസിൽ ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കും, ഒരു വെർബും ഉണ്ടായിരിക്കും. And it forms a part of a sentence. ഇത് ഒരു സെന്റൻസിന്റെ ഭാഗത്തെയാണ് രൂപീകരിക്കുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെർബ് ഉണ്ട്, അത് എന്തായിരിക്കും ഒരു സെന്റൻസിന്റെ ഭാഗമായിരിക്കും, ചിലപ്പോ ഒരു സെന്റൻസ് അത് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ബേസിക്കലി എ സെന്റൻസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 parts. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് എ സെന്റൻസ് ക്യാൻ ബി സ്പ്ലിറ്റ്, ഒരു സെന്റൻസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും, അല്ലെ, ഭാഗിക്കാൻ കഴിയും. into 2 parts, രണ്ട് ഭാഗങ്ങളായിട്ട് ഭാഗിക്കാൻ കഴിയും. The subject and the predicate. ഏതൊക്കെയാണ് രണ്ട് ഭാഗങ്ങൾ? ഫസ്റ്റ് വൺ ഈ സബ്ജക്റ്റ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, നൗണോ പ്രോനൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ ഫ്രേസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാലോ ഓക്സിലറി വെർബും അത് ഉൾപ്പെടുന്ന മറ്റു ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് predicate എന്ന് പറയും. The subject often comes as the first of a sentence. The subject often comes, പലപ്പോഴും എങ്ങനെയാണ് സബ്ജക്റ്റ് വരുന്നത് as the first of a sentence. ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് എന്ത് വരുന്നത്, സബ്ജക്റ്റ് വരുന്നത്. And it is followed by the verb. അതിനെ പിന്തുടർന്നുകൊണ്ട് എന്ത് വരും, അതിനുശേഷം എന്തുണ്ടായിരിക്കും, ഒരു വെർബും ഉണ്ടായിരിക്കും. A subject may be a noun, a pronoun or a noun phrase. ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാതെ ഒരു noun ആവും, ഒരു പേരായിരിക്കും, അല്ലെങ്കിലോ a pronoun, ഒരു സർവനാമമായിരിക്കും, പേരിന് പകരം വെക്കുന്നത് he, she അങ്ങനെയൊക്കെയുള്ളത്. or a noun phrase, അല്ലെങ്കിൽ noun phrase ആയിരിക്കും. beautiful girl, handsome boy എന്നൊക്കെ പറയുമ്പോൾ, running dog എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ഒരു phrase ആയിട്ട്. A predicate often comes after the subject and it begins with a verb. A predicate often comes after the subject and it begins with a verb. ഒരു സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റിൽ often comes after the subject. സബ്ജക്റ്റിന് തൊട്ട് ശേഷമാണ് പ്രെഡിക്കേറ്റ് വരുന്നത്. and it begins with a verb. അത് തുടങ്ങുന്നത് എന്തോടുകൂടിയാണ്, ഒരു വെർബോട് കൂടിയാണ്. വെർബ് മീൻസ് ചിലപ്പോൾ വെർബ് ആയിരിക്കും, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആയിരിക്കും. When the sentence has only one subject and predicate, it is both a sentence and a clause. When the subject has only one subject, ഒരു സെന്റൻസിൽ has only എന്ത് മാത്രമേ ഉള്ളൂ, one subject and one predicate. ഇനി ഒരു സെന്റൻസ് എടുക്കുക, ആ സെന്റൻസിൽ ഒറ്റൊരു സബ്ജക്റ്റും ഒറ്റൊരു പ്രെഡിക്കേറ്റും മാത്രമേ ഉള്ളൂ എങ്കിൽ it is both a sentence and a clause. ഇത് രണ്ടുമാണ്. ഏതൊക്കെയാണ്, ഒരു സെന്റൻസും ആണ്, ഒരു ക്ലോസുമാണ്. അപ്പൊ ഒരു സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റ് ഉള്ളത് എന്തൊക്കെയാണ്, ഒരു സെന്റൻസും ആണ്, അതേസമയം ഒരു ക്ലോസും ആണ്. A sentence may comprise one or more clauses. ഒരു സെന്റൻസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഒന്നോ അതിൽ കൂടുതലോ ക്ലോസുകൾ വരുന്നുണ്ട്.
ഒരു സെന്റൻസിൽ ചിലപ്പോൾ ഒരു ഒറ്റ ക്ലോസേ ഉണ്ടാവുള്ളൂ. ആ ക്ലോസ് ഒരു ക്ലോസുമാണ്, ഒരു സെന്റൻസുമാണ്. എന്നാൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എന്തുണ്ടായിരിക്കും, ക്ലോസുകൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ കൊടുക്കുന്നത് നിഖിൽ ബോട്ട് എ കാർ. അവിടെ നിഖിൽ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, ബോട്ട് എന്ന് പറയുന്നത് വേർബാണ്, എ കാർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നിഖിൽ എന്ന് പറയുന്ന ഭാഗം സബ്ജക്റ്റും ബോട്ട് എ കാർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം എന്താണ്, പ്രെഡിക്കേറ്റുമാണ്. അപ്പൊ അവിടെ ആകെ ഒരു സബ്ജക്റ്റും ഉള്ളൂ, ഒരു പ്രെഡിക്കേറ്റും ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണത്, ഒറ്റ ക്ലോസ് ആണ്. When Nikhil bought a car, he distributed sweets. When Nikhil bought a car എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ് ആണ്. കാരണം അതിൽ നിഖിൽ എന്ന് പറയുന്ന സബ്ജക്റ്റും ഉണ്ട്, ബോട്ട് എ കാർ എന്ന് പറയുന്ന എന്തുണ്ട്, പ്രെഡിക്കേറ്റും ഉണ്ട്. അപ്പോൾ അതൊരു ക്ലോസ് ആണ്. ഹി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ ക്ലോസ് ആണ് സെന്റൻസിൽ. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അപ്പോൾ when Nikhil bought a car, he distributed sweets എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ക്ലോസുകളുണ്ട്. ഒരു ക്ലോസിന് സ്വന്തമായിട്ട് നിലനിൽപ്പുണ്ട്, മറ്റേതിന് ഇല്ല. when Nikhil bought a car, നിഖിൽ ഒരു കാർ വാങ്ങിയപ്പോൾ, അത്ര അതിന് മീനിങ് ഉള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും അപ്പോഴെന്താണ്ടായത് അല്ലെ എന്ന് വെച്ചാൽ ആ സെന്റൻസിന് എന്തില്ല, ഫുൾ മീനിങ് കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ അടുത്തതോ, ഹി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ്, അവൻ അല്ലെങ്കിൽ അയാൾ സ്വീറ്റ്സ് വിതരണം ചെയ്തു, അതിൽ ഫുൾ മീനിങ് ഉണ്ട്. അപ്പോൾ ആ സെന്റൻസിൽ രണ്ട് ക്ലോസ് വരുന്നു. when Nikhil bought a car, he gave sweets to the neighbors and they greeted him. ഇനി അടുത്ത സെന്റൻസ്, when Nikhil bought a car എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ് ആണ്. കാരണം അതിൽ നിഖിൽ എന്ന് പറയുന്നതിനാണ് bought a car എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് വരുന്നുണ്ട്. അപ്പൊ അതൊരു എന്താണ്, ക്ലോസ് ആണ്. he gave sweets to his neighbors. he എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, gave sweets to his neighbors എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ ക്ലോസ് ആയി. and they greeted him, അതും ഒരു ക്ലോസ് ആണ്. they എന്ന് പറയുന്ന സബ്ജക്റ്റ്, greeted him എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ്. അപ്പോ ഇപ്പൊ പറഞ്ഞ സെന്റൻസിൽ മൂന്ന് ക്ലോസ് വരുന്നുണ്ട്. ഏതൊക്കെയാണത്, when Nikhil bought a car, രണ്ടാമത്തെ he gave sweets to his neighbors, മൂന്നാമത്തേത് they greeted him. അങ്ങനെ മൂന്ന് ക്ലോസുകളാണ് സെന്റൻസിൽ വരുന്നത്. there are two types of clause, രണ്ട് തരത്തിലുള്ള ക്ലോസുകൾ, പ്രിൻസിപ്പൽ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും, അതല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപെൻഡന്റ് ക്ലോസും. the first one, പ്രിൻസിപ്പൽ ഓർ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഒന്നുകിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയും, അതല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയും, അതുമല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് പറയും. പ്രിൻസിപ്പൽ ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ്, മെയിൻ ക്ലോസ്, മൂന്നും ഒന്ന് തന്നെയാണ്. കീ ക്ലോസ് എന്നും പറയും. അപ്പൊ പ്രിൻസിപ്പൽ ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ്, മെയിൻ ക്ലോസ്, കീ ക്ലോസ്, ഇതെല്ലാം ഒരേ സംഭവത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. The first one, principal clause or independent clause. An independent clause has its own existence and it makes a meaningful sentence, and hence it is also known as the principal clause. Two independent clauses can be joined by coordinators like and, but, so, yet, etc. in a sentence. The first one, principal or independent clause. ഫസ്റ്റത്തെയാണ് എന്ത്, പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ്, അതും അല്ലെങ്കിൽ കീ ക്ലോസ് ഓർ മെയിൻ ക്ലോസ് എന്നിങ്ങനെ പറയും. നമ്മൾ എന്തൊക്കെ പേരാണുള്ളത്, മെയിൻ ക്ലോസ്, കീ ക്ലോസ്, പ്രൈം ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നത് ഈ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയും. എന്താണത്, ആൻ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഹാസ് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്. ആൻ ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിന്, ഒരു മെയിൻ ക്ലോസിന് ഹാസ് ഉണ്ട്. ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ് എന്താണുള്ളത്, അതിൻ്റെതായിട്ടുള്ള നിലനിൽപ്പുണ്ടത് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അതിന് ആ ക്ലോസ് മറ്റൊരു ക്ലോസിനെയോ മറ്റു പദങ്ങളെയോ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് മീനിങ് ഉള്ള സെന്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്ലോസ് ആണ് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് എ മീനിങ്ഫുൾ സെന്റൻസ്. മാത്രമല്ല അത് ഉണ്ടാക്കുന്ന എന്താണ്, ഒരു മീനിങ്ഫുൾ സെന്റൻസ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഇതിനെ നമ്മൾ എന്തും വിളിക്കുന്നുണ്ട്, ദ പ്രിൻസിപ്പൽ ക്ലോസ്. എന്താണ് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും. ടു ഇൻഡിപെൻഡന്റ് ക്ലോസ് ക്യാൻ ബി ജോയിൻഡ്. രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ എന്ത് ചെയ്യാൻ കഴിയും, അതിനെ ജോയിൻ ചെയ്തെടുക്കാൻ കഴിയും.
ബൈ കോർഡിനേറ്റേഴ്സ്. എന്തുപയോഗിച്ചുകൊണ്ട്? കോർഡിനേറ്റേഴ്സ് ഉപയോഗിച്ചു. അപ്പോൾ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസിനെ അല്ലെങ്കിൽ രണ്ട് മെയിൻ ക്ലോസിനെ നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്തെടുക്കാൻ കഴിയും, കണക്ട് ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണ് ആ കോർഡിനേറ്റേഴ്സ്? ആൻഡ്, ബട്ട്, സോ, യെറ്റ്, ഇതൊക്കെയാണ് ആ കോർഡിനേറ്റേഴ്സ്. ഈ പറയുന്ന കോർഡിനേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ മെയിൻ ക്ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കണക്ട് ചെയ്തെടുക്കാൻ, ജോയിൻ ചെയ്തെടുക്കാൻ കഴിയും. എക്സാമ്പിൾ: സാഷ റെഡ് ദ ഹോൾ സ്റ്റോറി. സാഷ റെഡ് ദ ഹോൾ സ്റ്റോറി. സാഷ എന്ന് പറയുന്നിടത്ത് എന്ത്? സബ്ജക്റ്റ്. ദെൻ റെഡ് ദ ഹോൾ സ്റ്റോറി എന്ന് പറയുന്നത് അതിൽ പ്രെഡിക്കേറ്റ് ആണ്. ഇനി നമ്മൾ ഈ സെന്റൻസിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഒരു കോർഡിനേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സാഷ കെയിം ആൻഡ് റെഡ് ദ ഹോൾ സ്റ്റോറി. സാഷ കെയിം, സാഷ വന്നു, അതൊരു ഫുൾ മീനിങ് ഉണ്ട്. ആൻഡ് റെഡ് ദ ഹോൾ സ്റ്റോറി, സാഷ എന്ത് ചെയ്തു? ഫുൾ സ്റ്റോറിയും വായിച്ചു. അപ്പോൾ കോർഡിനേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ. Sam wants to buy a phone, but he doesn't have enough money. Sam wants to buy a phone. Sam wants. സാമിന് താല്പര്യമുണ്ട്. എന്തിന്? ടു ബൈ, വാങ്ങാൻ. എ ഫോൺ, ഒരു പുതിയ ഫോൺ വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങാൻ സാമിന് താല്പര്യമുണ്ട്. ബട്ട്, പക്ഷേ, ഹി ഡസൻറ്റ് ഹാവ്, അയാൾക്കില്ല, ഇനഫ് മണി, വേണ്ടത്ര പണം ഇല്ല. ആ ഫോൺ വാങ്ങാൻ മാത്രമുള്ള ക്യാഷ് അയാളുടെ കയ്യിൽ ഇല്ല. നമുക്ക് ബട്ട് എന്ന് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ക്ലോസുകളെ, രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കിരൺ വെന്റ് ടു ദുബായ് ആൻഡ് വിസിറ്റഡ് ബുർജ് ഖലീഫ. കിരൺ വെന്റ്, കിരൺ പോയി, ടു ദുബായ്, ദുബായിലേക്ക് പോയി. ആൻഡ് വിസിറ്റഡ്, എന്ത്? സന്ദർശിച്ചു. എന്ത്? ബുർജ് ഖലീഫ. അപ്പൊ അവിടെയും ആൻഡ് കൊണ്ട് ചെയ്തിരിക്കുന്നു. അവിടെയും രണ്ട് ക്ലോസുകളുണ്ട്. കിരൺ എന്ന് പറയുന്നതിൽ സബ്ജക്റ്റ് ഉണ്ട്. വെന്റ് ടു ദുബായ് എന്ന് പറയുന്നിടത്ത് അതിന്റെ പ്രിഡിക്കേറ്റും ഉണ്ട്. അപ്പൊ അതൊരു ക്ലോസ് ആണ്. നെക്സ്റ്റ് വൺ, അതേ കിരൺ തന്നെ രണ്ടാമത്തും സബ്ജക്റ്റ് ആയിട്ട് വരുന്നു. ദെൻ വിസിറ്റഡ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത് അതിന്റെ പ്രിഡിക്കേറ്റ് ആണ്. തൊട്ട് മുകളിലുള്ള സെന്റൻസ് സം വോൺസ് ടു ബൈ എ ഫോൺ. സം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. വോൺസ് ടു ബൈ എ ഫോൺ എന്ന് പറയുന്നത് പ്രിഡിക്കേറ്റ് ആണ്. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഡസൻറ്റ് ഹാവ് ഇനഫ് മണി എന്ന് പറയുന്നതിന്റെ പ്രെഡിക്കേറ്റ് ആണ്. അപ്പോൾ ഈ സെന്റൻസുകളിലൊക്കെ രണ്ട് വിധം പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസുകൾ ഉണ്ട്. അവയെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബട്ട് എന്നോ ആൻഡ് എന്നോ ഉള്ള കണക്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. Then second one, subordinate or dependent clause. A dependent clause cannot function on its own as it leaves an idea or thought incomplete. It's also called a subordinate clause. A dependent clause alone cannot form a complete sentence, so it supports the independent clause to form a meaningful sentence. The subordinators are used to connect the independent clause to another clause to complete the sentence. Each dependent clause begins with a subordinator. Subordinators may be relative pronouns, subordinating conjunctions, or noun clause markers. The second one, subordinate or dependent clause. Subordinate clause അല്ലെങ്കിൽ dependent clause. എന്താണ് ഇതിന്റെ മീനിങ് വരുന്നത്? മറ്റൊന്നിനെ ആശ്രയിക്കുന്നത്. പ്രിൻസിപ്പൽ ക്ലോസ് ഒന്നിനെയും ആശ്രയിച്ചിട്ടില്ല, അതിന് സ്വന്തമായ നിലനിൽപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല, മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടതാണ്. ആൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസ് കനോട്ട് ഫങ്ഷൻ. ഇൻഡിപെൻഡന്റ് ക്ലോസിന് ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല, പ്രവർത്തിക്കാൻ കഴിയില്ല ഓൺ ഇറ്റ്സ് ഓൺ, സ്വന്തമായിട്ട്. ആസ് എന്താ കാരണത്? ഇറ്റ് ലീവ്സ് ആൻ ഐഡിയ ഓർ തോട്ട്. ഒരു ചിന്താഗതിയോ അതല്ലെങ്കിൽ ഒരു ആശയമോ അത് എന്ത് ചെയ്യുന്നു? വെക്കുന്നു. ഇൻകംപ്ലീറ്റ്. എങ്ങനെ വെക്കുന്നത്? അപൂർണമായി, എന്നുവെച്ചാൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, ഇതിനെ ഇങ്ങനെയും വിളിക്കുന്നുണ്ട്. എങ്ങനെ? സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് എന്നും വിളിക്കുന്നു. എ ഡിപ്പെൻഡന്റ് ക്ലോസ് അലോൺ കനോട്ട് ഫോം. എ ഡിപ്പെൻഡന്റ് ക്ലോസ് അലോൺ തനിച്ച് കനോട്ട് ഫോം ചെയ്യാൻ കഴിയില്ല, രൂപീകരിക്കാൻ കഴിയില്ല. എ കംപ്ലീറ്റ് സെന്റൻസ്, ഒരു പൂർണ്ണമായിട്ടുള്ള സെന്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സബോർഡിനേറ്റ് ക്ലോസ് കൊണ്ട് കഴിയില്ല.
സോ അതുകൊണ്ട് തന്നെ ഇറ്റ് സപ്പോർട്ട്സ്, അത് സപ്പോർട്ട് ചെയ്യുന്നു ദി ഇൻഡിപെൻഡന്റ് ക്ലോസ്. അതെപ്പോഴും എന്ത് ചെയ്യാണ് ചെയ്യുക? ഇൻഡിപെൻഡന്റ് ക്ലോസിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ടു ഫോം എ മീനിങ് ഫുൾ സെന്റൻസ്, എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ദ സബോർഡിനേറ്റേഴ്സ് ആർ യൂസ്ഡ്, സബോർഡിനേറ്റേഴ്സ് ആണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്തിന്? ടു കണക്ട് ദി ടു കണക്ട് ദ ഡിപ്പെൻഡന്റ് ക്ലോസ്, ഡിപ്പെൻഡന്റ് ക്ലോസിനെ കണക്ട് ചെയ്യുക. ടു അനദർ ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സബോർഡിനേറ്റ് ക്ലോസിന്റെ കൂടെ എന്തുണ്ടായിരിക്കും? സബോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു, പ്രിൻസിപ്പൽ ക്ലോസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കോർഡിനേറ്റേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിരുന്നു. എന്നാൽ ഡിപ്പെൻഡന്റ് ക്ലോസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സബോർഡിനേറ്റേഴ്സ് ആണ്, അല്ലെങ്കിലോ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഈച്ച് ഡിപ്പെൻഡന്റ് ക്ലോസ് ബിഗിൻസ് വിത്ത് എ സബോർഡിനേറ്റർ. ഈച്ച് ഡിപ്പെൻഡന്റ് ക്ലോസ്, ഓരോ ഡിപ്പെൻഡന്റ് ക്ലോസും ബിഗിൻസ് തുടങ്ങുന്നത് വിത്ത് എന്തോടുകൂടിയാണ്? സബോർഡിനേറ്ററോട് കൂടിയാണ്. ഇപ്പോൾ ഒരു സബോർഡിനേറ്റിംഗ് ക്ലോസിൽ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസിൽ എന്തുണ്ടായിരിക്കും? അതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സബോർഡിനേറ്റർ ഉണ്ടായിരിക്കും. സബോർഡിനേറ്റേഴ്സ് മേ ബി റിലേറ്റീവ് പ്രോനൗൺ. സബോർഡിനേറ്റേഴ്സ് എന്തൊക്കെ ആവാം? ചിലപ്പോൾ അത് റിലേറ്റീവ് പ്രോനൗൺസ് ആവാം, വിച്ച്, വേർ, വാട്ട്, ഹൂ, ഹൂസ് എന്നൊക്കെ പറയുന്നതാവാം. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അല്ലെങ്കിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിരിക്കും വെൻ, വൈൽ എന്നൊക്കെ പറഞ്ഞു. ഓർ നൗൺ ക്ലോസ് മാർക്കേഴ്സ്, അല്ലെങ്കിൽ നൗൺ ക്ലോസിനെ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുള്ള ഒരു സംഭവമായിരിക്കും. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളായിരിക്കും. അപ്പൊ രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. പ്രിൻസിപ്പൽ ക്ലോസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കോർഡിനേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. എന്നാൽ ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്, ഇവയെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സബോർഡിനേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനോ നൗൺ ക്ലോസ് മാർക്കേഴ്സോ റിലേറ്റീവ് പ്രോനൗൺസോ ആണ്. A dependent clause is of three types: adjective clause, adverb clause, and noun clause. A dependent clause, ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്, is of three types. അത് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ adjective clause, second one adverb clause, third one noun clause. അപ്പോൾ ഈ ഡിപ്പെൻഡന്റ് ക്ലോസ് ചിലപ്പോൾ adjective clause ആയിരിക്കും, ചിലപ്പോൾ adverb clause ആയിരിക്കും, ചിലപ്പോൾ നൗൺ ക്ലോസ് ആയിരിക്കും. ഈ റോളുകളിലെല്ലാം ആർക്ക് വരാം? ഡിപ്പെൻഡന്റ് ക്ലോസിന് കഴിയും. ഫസ്റ്റ് വൺ, adjective clause or relative clause. An adjective clause or relative clause is like an adjective that comes before to change or modify the noun or pronoun by who, which, that, where, when, whose, whom, whoever, etc. Examples: this is a resort that we saw in the advertisement. The man who was our tour guide is an American. First one, adjective clause. Another name, relative clause. Adjective clause അല്ലെങ്കിൽ relative clause എന്ന് പറയുന്നത് എന്താണ്? An adjective clause or relative clause is like an adjective. Adjective clause എന്ന് പറയുന്നത് എന്താണ്? ഒരു adjectiveനെ പോലെയാണ്. That it comes, അത് വരുന്നു, before to change or modify. അത് വരുന്നത് എന്തിനാണ്? ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ ആണ്. The noun, എന്തിനെ? noun-നെ, or pronoun അല്ലെങ്കിൽ pronoun-നെ, by എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആ സെന്റൻസിൽ ഒരു noun-ഓ pronoun-ഓ ഒക്കെ ഉണ്ടായിരിക്കും. അതിനെ വിശേഷിപ്പിക്കാനോ മോഡിഫൈ ചെയ്യാനോ ഒക്കെയാണ് ഈ ക്ലോസ് വരുന്നത്. ഏത് ക്ലോസ്? ഈ adjective ക്ലോസ് വരുന്നത്. ഏതൊക്കെ പദങ്ങളാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? Who, which, that, where, when, whose, whom, whoever. ഇത്തരം വേർഡ്സുകളാണ് ഈ adjective ക്ലോസിന്റെ കൂടെ വരുന്നത്. എക്സാമ്പിൾസ്: this is a result, ഇതൊരു റിസൾട്ടാണ്. we saw in the advertisement, നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കണ്ടു. ഇനി നോക്ക്, this എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, is a result എന്ന് പറയുന്നതിലെ predicate ആണ്. this is a result എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്, ഫുൾ മീനിങ് ഉണ്ട്. അടുത്ത നോക്ക്, that we saw in the advertisement.
നാം അഡ്വർടൈസ്മെന്റിൽ കണ്ട, നാം പരസ്യത്തിൽ കണ്ട റിസോർട്ട് ഇതാണ്. ഇപ്പൊ രണ്ടാമത്തെ ക്ലോസിന് ഫുൾ മീനിങ് ഇല്ല. നാം പരസ്യത്തിൽ കണ്ട അത്രേ ഉള്ളൂ, അതിന് ഫുൾ മീനിങ് ഇല്ല. അത് മീനിങ് ഫുൾ ആണെങ്കിൽ ആരുടെ കൂടെ കൂടണോ? ദിസ് ഇസ് എ റിസോർട്ട്, ആ മെയിൻ ക്ലോസിന്റെ കൂടെ കൂടെ. നാം പരസ്യത്തിൽ കണ്ട ആ റിസോർട്ട് ഇതാണ്. The man who was our tour guide is an American. The man is an American എന്നാണ്. The man is an American. The man എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. is an American എന്ന് പറയുന്നത് predicate ആണ്. എന്നാലോ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം. Who was our tour guide? ആരാണ് അയാള്? നമ്മുടെ ടൂർ ഗൈഡ് ആയിട്ടുള്ള മാൻ. അപ്പൊ മാനെയാണ് വിശേഷിപ്പിച്ചത് അല്ലെ. അപ്പോൾ അത്രയും വരുന്ന ഭാഗം, അതായത് who was our tour guide എന്ന് പറയുന്നത് എന്താണ്? adjective clause ആണ്. അതുപോലെ തന്നെ റിസോർട്ടിനെ വിശേഷിപ്പിക്കാൻ ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണ്? നാം പരസ്യത്തിൽ കണ്ട റിസോർട്ട്. അപ്പൊ ആ റിസോർട്ടിനെയാണ് അതുകൊണ്ട് വിശേഷിപ്പിച്ചത്. അപ്പൊ ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെ വിശേഷിപ്പിക്കുന്നുണ്ടാകും എന്ത്? adjective clause ആണെങ്കിൽ. അപ്പോൾ ഒരു സെന്റൻസിൽ adjective clause ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ക്ലോസിന് എന്തായാലും ഒരു സബ്ജക്റ്റും വേണം, പ്രെഡിക്കേറ്റും വേണം. അപ്പൊ അതാണ് ഒരു ക്ലോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് ഒരു നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ക്ലോസ് ആ സെന്റൻസിൽ എന്താണ്? adjective clause ആണ്. Then second one, adverb clause or adverbial clause. An adverbial clause is a type of dependent clause that starts with the subordinating conjunctions like because, although, when, if, until, as if, etc. Examples: the guy spent the night on the road because he was homeless. We spent a lot of money as if we were rich. Second one, adverb clause അല്ലെങ്കിൽ adverbial clause. നമുക്കറിയാം adjective നാമത്തെ വിശേഷിപ്പിക്കുന്നതാണെന്ന് കണ്ടിരുന്നു അല്ലേ. അതുപോലെ തന്നെ adverb clause എന്തിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? വെർബിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. An adverbial clause എന്ന് പറയുന്നത് is a type of dependent clause. An adverbial clause എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. That starts with the subordinating conjunction. അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, adverbial clause സ്റ്റാർട്ട് ചെയ്യുന്നത് subordinating conjunctions ഉപയോഗിച്ചുകൊണ്ടാണ്. ലൈക്ക് ഏതുപോലെ? because, although, when, if, until, as if. ഇതിലേതെങ്കിലും ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു adverbial clause സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. The guy ചങ്ങാതി spent ചെലവഴിച്ചു, the night രാത്രി, on the road റോഡിലാണ് തെരുവിലാണ് ചെലവഴിച്ചത്, കടന്നുറങ്ങിയത്. because കാരണം, he was homeless ആരാണ്? ഭവനരഹിതനാണ് അല്ലെ, വീടില്ലാത്ത ആളാണ്. നമുക്ക് നോക്കാം. The guy എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. spent the night on the road എന്ന് പറയുന്നത് predicate ആണ്. അപ്പൊ അതെന്താണ്? ഒരു ക്ലോസ് ആണ്. അതിന് ഫുൾ മീനിങ് ഉണ്ട്. അതൊരു മെയിൻ ക്ലോസ് ആണ്. അടുത്തത് because he was homeless. അവൻ ഹോംലെസ് ആയതുകൊണ്ട് തന്നെ. അതിന് ഫുൾ മീനിങ് ഇല്ല, ബാക്കി നമുക്ക് ചേർക്കുമ്പോഴേ കഴിയുള്ളൂ. അയാൾ വീടില്ലാത്ത ആളായത് കൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? റോഡിലാണ് രാത്രി കഴിച്ചു കൂട്ടിയത്. We spent നാം ചെലവഴിച്ചു, a lot of money ധാരാളം പണം, as if ഏതുപോലെ? we were rich നാം റിച്ചായിരുന്ന പോലെ. അപ്പോൾ we എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, spent a lot of money എന്ന് പറയുന്നത് predicate ആണ്. അപ്പൊ അതൊരു മെയിൻ ക്ലോസ് ആണ്. ഇനി അടുത്ത് നോക്കേ, we എന്ന് പറയുന്നിടത്ത് സബ്ജക്റ്റ് ഉണ്ട്, were rich എന്ന് പറയുന്നിടത്ത് predicate ഉണ്ട്. അപ്പൊ as if എന്ന് പറയുന്നത് എന്താണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അപ്പോൾ as if we were rich വളരെ റിച്ച് ആയിരുന്ന പോലെ, we spent a lot of money നാം ധാരാളം പണം ചെലവഴിച്ചു. Then third one, noun clause. A noun clause is a dependent clause that functions as a noun. A noun clause can be a subject, object, or subject complement, and it starts with the same words that begins adjective clause. Example: that, who, when, which, where, whether, why, how. Examples: what we
So at the Thiruvananthapuram Zoo was amazing. I know that the story is true. Whoever has done it should get the punishment. Noun clause. എന്താണ് noun clause പറയുന്നത്? A noun clause is a dependent clause. ഒരു noun clauseും എന്തുതന്നെയാണ്? Dependent clause ആണ്. Adjective clauseും adverb clauseും noun clauseും എന്തുതന്നെയാണ്? Dependent clause ആണ്. കാരണം dependent clauseന്റെ types ആണ് ഈ പറയുന്നതൊക്കെ. അതിന് ക്ലാസിഫൈ ചെയ്തതാണ് ഇതെല്ലാം. A noun clause is a dependent clause. Dependent clause ആണ് noun clause. That functions, അത് പ്രവർത്തിക്കുന്നു as a noun. ഒരു സെന്റൻസിൽ ആ ക്ലോസ് എന്തിന്റെ റോളാണ് ചെയ്യുക? ഒരു നൗണിന്റെ റോളാണ് ചെയ്യുക. A noun clause can be a subject. noun clause ചിലപ്പോൾ സെന്റൻസിൽ എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിരിക്കും, ഒരു സബ്ജക്റ്റ് കോംപ്ലിമെന്റ്, അതും അല്ലെങ്കിൽ എന്തായിരിക്കും? സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിരിക്കും. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന മറ്റു പദങ്ങൾ എന്നത് തന്നെ ആയിരിക്കും, സബ്ജക്റ്റിനെ വിശേഷിപ്പിച്ചുകൊണ്ടൊക്കെ വരുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത്, അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ദ സെയിം വേർഡ്സ്, അതേ വാക്കുകൾ കൊണ്ടാണ്. അതേ വാക്കുകൾ കൊണ്ട് ദാറ്റ് ബിഗിൻസ് വിത്ത് അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവ് ക്ലോസ് തുടങ്ങുന്ന അതേ പദങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് എന്തും തുടങ്ങുന്നത്? നൗൺ ക്ലോസും തുടങ്ങുന്നത്. ഏതൊക്കെയാണ് ആ പദങ്ങൾ? ദാറ്റ്, ഹു, വെൻ, വിച്ച്, വെയർ, വെദർ, വൈ, ഹൗ. ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് വരുന്നത്? നൗൺ ക്ലോസുകൾ സെന്റൻസിൽ വരുന്നത്. എക്സാമ്പിൾസ്. വാട്ട് വി സോ അറ്റ് തിരുവനന്തപുരം സൂ. എന്താണോ നാം തിരുവനന്തപുരം സൂവിൽ കണ്ടത് വാസ് അമേസിംഗ്. എങ്ങനെയായിരുന്നു? അമേസിംഗ് ആയിരുന്നു. വി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സോ അറ്റ് തിരുവനന്തപുരം സൂ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അപ്പോൾ അതൊരു ക്ലോസ് ആണ്. വി സോ അറ്റ് തിരുവനന്തപുരം സൂ എന്ന് പറയുന്നത് ഒരു ക്ലോസ് ആണ്. അടുത്തത് വാസ് അമേസിംഗ്. എന്തായിരുന്നത്? അമേസിംഗ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതിലെ സബ്ജക്റ്റ് ആണത്. വാട്ട് വി സോ അറ്റ് തിരുവനന്തപുരം സൂ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. എന്താണോ നാം ട്രിവാൻഡ്രം സൂവിൽ കണ്ടത് വാസ് ആയിരുന്നു, അമേസിംഗ്, അമേസിംഗ് ആയിരുന്നു. ഐ നോ ദാറ്റ് ദ സ്റ്റോറി ഈസ് ട്രൂ. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, നോ എന്ന് പറയുന്നത് എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. ഐ നോ എന്ന് പറയുന്നത് എനിക്കറിയാം, ഫുൾ മീനിങ് ഉണ്ട്. ദ സ്റ്റോറി, കഥ, സബ്ജക്റ്റ് ആണ്. ഈസ് ട്രൂ, അത് പ്രെഡിക്കേറ്റ് ആണ്. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പിൽ ഒരു ദാറ്റ് ചേർന്നു. ഐ നോ ദാറ്റ് ദ സ്റ്റോറി ഈസ് ട്രൂ. ഐ നോ ദ സ്റ്റോറി എന്ന് പറയുന്ന പോലെ തന്നെ ഐ നോ ദാറ്റ് ദ സ്റ്റോറി ഈസ് ട്രൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ദ സ്റ്റോറി ഈസ് ട്രൂ എന്ന് പറയുന്നത് ആ സെന്റൻസിലെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരു ക്ലോസ് വന്നിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? നൗൺ ക്ലോസ് ആണ്. കാരണം ഒബ്ജക്റ്റിന്റെയും സബ്ജക്റ്റിന്റെയും ഒക്കെ സ്ഥാനത്ത് വരുന്നത് നൗൺ മാത്രമായിരിക്കും. അപ്പോൾ ആ പൊസിഷനിൽ ഒരു ക്ലോസ് വന്നാൽ അത് നൗൺ ക്ലോസ്. Whoever has done it, ആര് തന്നെ ഇത് ചെയ്താലും, ഇത് ചെയ്തത് ആര് തന്നെയാണെങ്കിലും should get punishment. അയാൾക്ക് എന്ത് ലഭിക്കണം? ശിക്ഷ ലഭിക്കണം. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ആരോ ചെയ്തു പോയതായിട്ട് കാണണമെങ്കിൽ എന്താണ്? നമ്മളുടെ ഒരാൾ പറയുന്നത്, സമൂഹത്തിൽ ഒരാൾ പറയണം ഇങ്ങനെയൊക്കെ ചെയ്തു പോയ ഒരാൾ എന്തായാലും ശിക്ഷിക്കപ്പെടണം. Whoever has done it, ആരാണോ ഇത് ചെയ്തത് should get the punishment. should എന്നർത്ഥ should get എന്ന് പറയുന്ന verb, the punishment object. അപ്പോൾ അതിന്റെ സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വന്നതാണ് whoever has done it എന്ന് പറയുന്നത്. അതെന്താണ്? noun clause ആണ്. Exercise first. ഫസ്റ്റത്തെ exercise. Identify whether each given in italics below is a noun clause, adjective clause or adverb clause. ഐഡന്റിഫൈ, നമ്മോട് പറയാം, കണ്ടെത്താൻ പറയാം, തിരിച്ചറിയാൻ പറയാം. വെദർ ഈച്ച് ഗിവൻ ഇൻ ഇറ്റാലിക്സ്. ഒരു സെന്റൻസ് 5 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ 5 സെന്റൻസിന്റെ ചില ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ചെരിച്ച് എഴുതിയിട്ടുണ്ട്. ഈസ് എ നൗൺ ക്ലോസ്. അതൊരു നൗൺ ക്ലോസ് ആണോ? അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ? ഓർ അഡ്വർബ് ക്ലോസ്, അല്ലെങ്കിൽ അഡ്വർബ് ക്ലോസ് ആണോ നമ്മോട് പറയാം. അതാണ് അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്ന് ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള ഭാഗം ഏത് ക്ലോസ് ആണ് എന്നാണ് പറയാൻ പറയുന്നത്. എന്താണ്? ദ ബോയ് ക്രൈഡ് വെൻ ഹി സോ ദ ഫിലിം. ദ ബോയ് ക്രൈഡ്, അതിൽ ദ ബോയ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ക്രൈഡ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ ദ ബോയ് ക്രൈഡ്, കുട്ടി കരഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഫുൾ മീനിങ് മെയിൻ ക്ലോസ് ആണ്. അടുത്ത് നോക്ക്, ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, സോ ദ ഫിലിം എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ അത് ഒരു ക്ലോസ് ആണ്. 2 ക്ലോസ് ഉണ്ട്.
പക്ഷെ രണ്ടാമത്തെ ക്ലോസ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻ എന്ന് ഉപയോഗിച്ചു. അപ്പൊ എങ്ങനെ മീനിങ് വരിക? ദ ബോയ് ക്രൈഡ് വെൻ ഹി സോ ദ ഫിലിം. ഫിലിം കണ്ടപ്പോൾ ദ ബോയ് ക്രൈഡ്, കുട്ടി കരഞ്ഞു. അപ്പൊ എന്താ ഹൊറർ മൂവിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കണ്ടപ്പോഴൊക്കെ ആയിരിക്കും. പക്ഷേ ആ സെന്റൻസിൽ ചെറിയൊരു തെറ്റുണ്ട്. സിനിമ, നാടകം, അതുപോലെ തന്നെ TV ഇതെല്ലാം കാണുന്നതിന് നമ്മൾ സോ എന്ന് പറയില്ല, പകരം വാച്ച്ഡ് എന്നാണ് ഉപയോഗിക്കുക. TV സോ എന്നല്ല പറയാം. ഞാൻ TV കണ്ടു എന്നാണ് മലയാളത്തിൽ പറയുന്നതെങ്കിലും അതിനാണ് ഉപയോഗിക്കുന്ന കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? വാച്ച്ഡ് എന്നാണ്. TV വാച്ച് ചെയ്യുക, ഫിലിം വാച്ച് ചെയ്യുക എന്നൊക്കെയാണ് പറയാം. സോ എന്ന് പറയില്ല. അതൊരു തെറ്റാണ്, നമ്മൾ ശ്രദ്ധിക്കുക. ഫിലിമിന്റെ കേസിലോ TVയുടെ കേസിലോ കാണുക എന്ന അർത്ഥത്തിലാണ് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് മീറ്റ് എന്നോ സീ എന്നോ സോ എന്നോ ഒന്നുമല്ല. പകരം എന്താണ് നമ്മളോട് ഉപയോഗിക്കേണ്ട വേർഡ്? വാച്ച് എന്നാണ്. വാച്ച് മൂവി എന്നാണ് പറയാം. ദ ബോയ് ക്രൈഡ്, ബോയ് കരഞ്ഞു. വെൻ ഹി വാച്ച്ഡ് ദ ഫിലിം, അവൻ ഫിലിം കണ്ടപ്പോൾ. അപ്പൊ ഏതിനെയാണത് വിശേഷിപ്പിക്കുന്നത്? വെൻ ഹി സോ ദ ഫിലിം, അവൻ ഫിലിം കണ്ടപ്പോൾ കരഞ്ഞു. കരയുക എന്ന് പറയുന്നിടത്ത് വേർബാണ് അല്ലെ, ക്രൈഡ് എന്ന് പറയുന്നത്. വേർബിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? അഡ്വേർബ് ക്ലോസ് ആണ്. അതുകൊണ്ട് സെന്റൻസ് എന്താണ്? ഒരു അഡ്വേർബ് ക്ലോസ് ആണ്. ടൈം ബേസ്ഡ് അഡ്വേർബ് ക്ലോസ് ആണ്. വെൻ വന്നതുകൊണ്ട് ടൈം ആണ്. അഡ്വേർബ് ടൈം എന്ന് പറയും. ദ റീസൺ വൈ the minister resigned is not disclosed. The reason is not disclosed. The reason എന്ന് പറഞ്ഞാൽ അതിന്റെ സബ്ജക്റ്റ് ആണ്. is not disclosed എന്ന് പറയുന്നത് predicate ആണ്. അപ്പൊ അതൊരു ക്ലോസ് ആണ്. അതിന്റെ ഇടയിൽ ഒരു ക്ലോസ് കൂടെ വരുന്നത്. The minister എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. resigned എന്ന് പറയുന്നത് predicate ആണ്. അപ്പൊ അതും ഒരു ക്ലോസ് ആണ്. പക്ഷെ അവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നു? why എന്നത് ഉപയോഗിച്ചിരിക്കുന്നു. why the minister resigned, എന്തുകൊണ്ട് മിനിസ്റ്റർ റിസൈൻ ചെയ്തു എന്നത് ഡിസ്ക്ലോസ് ചെയ്തു. ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ തുറന്നു കാണിച്ച, എക്സ്പ്രസ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നോക്കൂ, ദ റീസൺ വൈ മിനിസ്റ്റർ ഈസ് റിസൈൻഡ്, മിനിസ്റ്റർ റിസൈൻ ചെയ്തതിന്റെ കാരണം. അപ്പൊ കാരണം എന്ന് പറയുന്ന നൗണിനെയാണ്, സബ്ജക്റ്റിനെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? വൈ ദ മിനിസ്റ്റർ റിസൈൻ, എന്തുകൊണ്ട് പിന്നെ മിനിസ്റ്റർ റിസൈൻ ചെയ്തു, അതിന്റെ കാരണം, റിസൈൻ ചെയ്തതിന്റെ കാരണം. അപ്പൊ അത് ഒന്നിനെയും ശരിക്കും എന്ത് ചെയ്യുന്നില്ല, വിശേഷിപ്പിക്കുന്നില്ല, നൗണിനെയോ വേർബിനെയോ. അപ്പൊ അതെന്താണ്? അത് റീസണ് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. എന്നാൽ അതേസമയം അതേ സെന്റൻസിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? നൗൺ ക്ലോസ് ആയിട്ടും ഉപയോഗിക്കാം. മൈ ബ്രദർ ബോട്ട് വാട്ട് ഹി വാണ്ടഡ്. മൈ ബ്രദർ സബ്ജക്റ്റ്, ബോട്ട് വാണ്ട്. മൈ ബ്രദർ ബോട്ട് എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ് ആണ്, മെയിൻ ക്ലോസ് ആണ്. വാട്ട് ഹി വാണ്ടഡ്, ഹി സബ്ജക്റ്റ്, വാണ്ടഡ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടെങ്കിൽ ക്ലോസ് ആയി. അപ്പൊ അതിൽ രണ്ട് ക്ലോസ് ഉണ്ട്. എന്നാലും ഒരു വേർഡ് ഉപയോഗിച്ചിരുന്നു, വാട്ട് ഹി വാണ്ടഡ്, എന്തവന് വേണമോ അതവൻ വാങ്ങി. അപ്പോ ആ വാട്ട് ഹി വാണ്ടഡ് എന്ന് പറയുന്നത് അടുത്ത ഒബ്ജക്റ്റിന്റെ പൊസിഷനിലാണ് വരുന്നത്. ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ ഒന്നുകിൽ നൗൺ ആയിരിക്കും വരിക, അല്ലെങ്കിൽ പ്രൊനൗൺ ആയിരിക്കും. അപ്പൊ ഒരു ക്ലോസ് തന്നെ വേണം, അത് നൗൺ ക്ലോസ് ആയിരിക്കും. ദ മാൻ ഹു ഡസ് നോട്ട് ഹേർട്ട് അതർ പീപ്പിൾ ബൈ വേർഡ് ഓർ ആക്ഷൻ ഈസ് എ ജെന്റിൽമാൻ. ദ മാൻ ഈസ് എ ജെന്റിൽമാൻ. ദ മാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഈസ് എ ജെന്റിൽമാൻ എന്ന് പറയുന്നത് ഒരു പ്രെഡിക്കേറ്റ് ആണ്. എന്നാൽ ആ മാനിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അവിടെ. എന്തുകൊണ്ട്? ഹു ഡസ് നോട്ട് ഹേർട്ട്, അല്ല ദ്രോഹിക്കുന്നില്ല, അതർ പീപ്പിൾ മറ്റുള്ളവരെ, ബൈ വേർഡ് വാക്കുകൊണ്ടോ, ഓർ ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ. മനസ്സോ വാചോ കർമ്മണ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാത്ത ആൾക്കാരെ എങ്ങനെയുള്ളവരാണ്? ജെന്റിൽമാൻ ആണ്. അപ്പൊ എങ്ങനെയുള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത്? ഹു ഡസ് നോട്ട് ഹേർട്ട് അതർ പീപ്പിൾ ബൈ വേർഡ് ഓർ ആക്ഷൻ. അപ്പൊ അത്രയും വരുന്ന ഭാഗം മാനിനെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അതെന്താണ്? ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ആതിഫ് റോഡ് ദ ബൈക്ക് wherever he liked. ആതിഫ് എന്ന് പറയുന്നവരുടെ പേരാണ്. സോ അത് സബ്ജക്റ്റ് ആണ്. റോഡ് ദ ബൈക്ക് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ അതൊരു ക്ലോസ് ആണ്. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ലൈക്ക്ഡ് പ്രെഡിക്കേറ്റ്. അതിന്റെ അടിയിൽ ഒരു വേർഡ് വന്നിട്ട് എന്താണത്? wherever എന്ന് പറയുന്നത്. wherever, എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ പോയി എന്ന് തന്നെയല്ലേ വിശേഷിപ്പിച്ചത്. അപ്പൊ എന്താണ്? റോഡിനെയാണ് അവിടെ wherever he liked എന്ന വേർഡ് കൊണ്ട് മോഡിഫൈ ചെയ്തത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ
അതെന്താണ്? അതൊരു adverb clause. ഇതാണ് ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സസൈസ്, എക്സസൈസ് 2. Fill in with a noun clause. noun clause ഉപയോഗിച്ച് നമ്മൾ ഫിൽ ചെയ്യാൻ പറയും. എന്താണത്? What dash has to be scrutinized. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡാഷ് ഇട്ട ഭാഗത്ത് നമ്മളൊരു noun clause ഉപയോഗിക്കാൻ പറയാം. നമുക്ക് ഉപയോഗിച്ച് നോക്കാം. What they received in the investigation. ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് എന്താണോ ലഭിച്ചത്, ഹാസ് ടു ബി സ്ക്രൂട്ടനൈസ്ഡ്. അത് സൂക്ഷ്മ പരീക്ഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു അന്വേഷണം നടക്കുകയാണ്, അതിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഫാക്ട്സ്, തെളിവുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അത് ഹാസ് ടു ബി സ്ക്രൂട്ടനൈസ്ഡ്. അത് സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടതാണ്. അതെന്നെ ക്ലാസ്. ദ ന്യൂ ടീച്ചർ തോട്ട് അസ് ഹൗ ഡാഷ്. പുതിയ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചു എന്ത്, എങ്ങനെ, എന്തോ ആണ്. അപ്പോൾ the new teacher taught us how Concord is. Concord എങ്ങനെയാണെന്ന് ന്യൂ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചു. Their fear is that dash. Their fear is that the coming exam is neared. എന്താണ് അവരുടെ പേടി? എക്സാം ഇവിടെ അടുത്തു. She is ready to admit that. അത് അഡ്മിറ്റ് ചെയ്യാൻ അവൾ റെഡിയാണ്. എന്ത്? Her result is declared in low score. അവളുടെ റിസൾട്ട് ലോ സ്കോറിൽ ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ അവൾ റെഡിയാണ്. അതാണ് എന്ത്, സെക്കൻഡ് എക്സസൈസ്. തേർഡ് വൺ, fill in with adjective clause. ഇനി adjective clause കൊണ്ട് ഫിൽ ചെയ്യാൻ പറയാം, പൂരിപ്പിക്കാം. An employee who dash is never recognized എന്ന് പറയുമ്പോൾ അവിടെ ഒരു adjective clause ചേർക്കണം. എങ്ങനെ ചേർക്കാം? An employee who attacked the owner. ഓണറിനെ അറ്റാക്ക് ചെയ്ത എംപ്ലോയി is never recognized. കണ്ടുകിട്ടിയിട്ടില്ല. ക്രിസ്റ്റഫർ നൊലാൻ created a dark knight who dash who a brilliant techie is. അതുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. People who dash can betray their own country. ആൾക്കാർ അവരുടെ രാജ്യത്തെ തന്നെ ചതിക്കും. അങ്ങനെയാണെങ്കിൽ they have no morality. അവർക്ക് ധാർമ്മികത ഇല്ല. In those, അപ്പൊ ഇങ്ങനെ പറയും, people who they haven't morality can betray their own country. In those days I was at Calicut, which dash which a very cold place is. അതാണ് അവിടെ നമ്മൾ adjective clause കൊണ്ട് ചെയ്തിരിക്കും. Fill in with an adverb clause. adverb clause കൊണ്ട് ഫിൽ ചെയ്യാൻ പറയുന്നത്. The man became very sad when dash when we met him. നാം അയാളെ കണ്ടപ്പോൾ അയാൾ വളരെയധികം ദുഃഖിതനായിരുന്നു. He was very glad that dash he was very glad that he received a prize. My daughter is so intelligent that dash that she is good at language. The patient can survive if he will have confidence. അതൊക്കെയാണ് എന്ത്, adverb clause കൊണ്ട് ഫിൽ ചെയ്യുന്നത്. The next one, combine each of the following pairs of simple sentence into one complex sentence containing an adjective clause. Combine each of the following pairs of simple sentence. ഒരു പെയറായിട്ട് സിമ്പിൾ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മോട് എന്താണ് പറയുന്നത്? കമ്പൈൻ ചെയ്തിട്ട് വൺ കോംപ്ലക്സ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാണ്. എന്തുണ്ടായിരിക്കണം അതില്? adjective clause ഒക്കെ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ, he had several plans for making cash quickly. All of them have failed. അങ്ങനെ രണ്ട് ക്ലോസുകൾ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? Though he had several plans for making cash quickly, all of them have failed. എന്താണ്? Though he had several plans for making cash quickly. പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരുപാട് പ്ലാനുകൾ അയാളുണ്ടെങ്കിലും all of them have failed. എല്ലാം തന്നെ പരാജയപ്പെട്ടു. The landlord was proud of his strength. He despised the weakness of his tenants. The landlord was proud of his strength that he despised the weakness of his tenants. As he despised the weakness of his tenants, the landlord was
proud of his strength. അങ്ങനെയും സെന്റൻസ് പറയാൻ കഴിയും. Third one. The theft was committed last night. The police have caught the man. അതിന് രണ്ടിനെ എങ്ങനെ കണക്ട് ചെയ്യാം? When the theft was committed last night theft നടന്നപ്പോൾ the police have caught the man. This ആരെ പിടിച്ചു? ആളെ പിടിച്ചു. This is the village. I was born here. This is the village which I was born here. You are looking upset. Can you tell me the reason? Can you tell me the reason why you are looking upset? അതാണ് ചോദിക്കുന്നത്. The next one. Combine the following sentence using adverb clause and end the sentence. Adverb clause ഉപയോഗിക്കാൻ പറയാണ്. ഇത് സെന്റൻസ് പൂർത്തിയാക്കാൻ. Annie ate an apple. She studied her vocabulary. Annie ate an apple when she studied her vocabulary. Janki read the book. It was recommended by a friend. Janki read the book that it was recommended by a friend. Dad donates his shirt to charity. He haven't worn them a year. Dad donates his shirt to charity, which he has worn them a year. The policeman delayed the drivers. The truck were cleared. The policeman delayed the drivers when the trucks were cleared. We watched the sparrow. They raised their young over our